ഇന്നലെ ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ്റെ പ്രതിനിധി കരയുകയാണ്. അദ്ദേഹം പറയുന്നു, പുതിയ ഭാരതം പ്രധാനമന്ത്രി മോദി പാകിസ്ഥാൻ്റെ ഉള്ളിൽ കയറി അവരെ അറ്റാക്ക് ചെയ്യും, അതിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് കരയുകയാണ്. എന്തുകൊണ്ടാണ് ഈ ജൂൺ 4 റിസൾട്ട് വരുന്നതിന് മുമ്പേ പാകിസ്ഥാൻ പേടിച്ചു തുടങ്ങുന്നത്? അത് പാകിസ്ഥാൻ ബുദ്ധിയുള്ളവരായതുകൊണ്ടാണ്. നമ്മുടെ കേരളത്തിലെ പല മാധ്യമങ്ങളിലോട്ടല്ല, പാകിസ്ഥാനിലിരിക്കുന്ന ആളുകൾക്ക് നല്ല ബുദ്ധിയുണ്ടാകും. അവർക്ക് കൃത്യമായിട്ടറിയാം ആരാണ് ജൂൺ 4 കഴിഞ്ഞാൽ ഭരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് പുതിയ ഭാരതം. ഞാൻ അത് കേട്ടതാണ്, ഞാനത് ലീവ് കേട്ടതാണ്, ആ ചർച്ചയുടെ ലീവ് ഞാൻ കേട്ടതാണ്. പുതിയ ഭാരതം, മോദിയുടെ ഭാരതം അകത്ത് കയറി ആക്രമിക്കാൻ ഞങ്ങളെ ആക്രമിക്കുന്നു. അവിടെ കുറെ അജ്ഞാതരെ കയറി കൊലപാതകം നടത്തിയിട്ടുണ്ടല്ലോ, തീവ്രവാദികളൊക്കെ. കാനഡയിൽ ആക്രമിക്കാൻ തയ്യാറാവുന്നു. അമേരിക്കയിലെ മറ്റേ ഖാലിസ്ഥാൻ നേതാവിനെ മാർക്ക് ചെയ്തല്ലോ, ഇവരെ ഇങ്ങ് ചെയ്യുന്നു. ഇതെല്ലാം കൊണ്ട് ഭാരതം ലോകത്തിന് ഭീഷണിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിനൊരു പിന്നിലൊരു ചരിത്രമുണ്ട്. ഈ ആർട്ടിക്കിൾ 370 വന്നപ്പോഴും മറ്റ് പല വിഷയങ്ങൾ വന്നപ്പോഴും കാശ്മീരിൻ്റെ പേരിലും ഒക്കെ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ്സുകാരുടെയും സഹായത്തോടു കൂടി അന്തർരാജ്യ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ഭാരതത്തിനെതിരെ ഒരു പരാതിയുമായി ചെല്ലുന്നതിൻ്റെ രീതിക്ക് അവർ നടത്തി. നിരവധി പേർ നടത്തി നോക്കി, കരഞ്ഞ് കേണ് പറഞ്ഞു, ആരും കേൾക്കുന്നില്ല. ഇവർ കൊടുക്കുന്ന മെമ്മറാണ്ടം പോലും ഐക്യരാഷ്ട്രസഭ അവരുടെ ചവറ്റുകൊട്ടയിലേക്ക് എറിയുകയും ചെയ്യുന്നു, പാകിസ്ഥാൻ കൊടുക്കുന്ന നിവേദനം. അപ്പോഴാണ് ഇപ്പോൾ ശ്രമിച്ചത് അങ്ങനെയല്ല, ഇത് ഞങ്ങളെ മാത്രമല്ല കാനഡയെ ബാധിക്കുന്നു, അമേരിക്കയെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആളെ കൂട്ടുപിടിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഓർക്കണം, ദുബൈയുടെ കാര്യം കൂട്ടത്തിൽ പറയുന്നുണ്ട്. ദുബൈയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നറിയോ? 18 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള പാകിസ്ഥാൻകാരൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരവിടെ ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ അവരവിടെ കയറ്റുകയില്ല. കാരണം ഇവനൊരു തീവ്രവാദിയാകാനുള്ള സാധ്യത അവിടുത്തെ സർക്കാർ മനസ്സിൽ കണ്ടിരിക്കുക. പക്ഷെ നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും ഇപ്പോഴും അങ്ങനെ ഒരു നിയമം ഉണ്ടോ അവിടെ? അവർ പാകിസ്ഥാനെ തടസ്സപ്പെടുത്തുന്നു. പാകിസ്ഥാൻകാർക്ക് വിസ കൊടുക്കുന്നില്ല ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പുള്ളവർക്ക്, 18-25 വയസ്സിന് ഇടയ്ക്കുള്ളവർക്ക്. അല്ലാത്തവർക്ക് കൊടുക്കും, കുടുംബമല്ലാത്തവരും. അപ്പോൾ ഒറ്റപ്പെട്ട ഈ വ്യക്തികളാണ് തീവ്രവാദ സംഘത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറുള്ളതെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതാണ് ലോകത്തിൻ്റെ മുമ്പിൽ പാകിസ്ഥാൻ്റെ സ്വീകാര്യതയും ഭാരതത്തിൻ്റെ സ്വീകാര്യതയും. തന്നെയല്ല നമുക്ക് അറിഞ്ഞുകൂടെ, അരിക്ക് വേണ്ടി, വൈദ്യുതിക്ക് വേണ്ടി, വെള്ളത്തിന് വേണ്ടി കൈ നീട്ടുകയല്ലേ അവർ. IMFൻ്റെ ലോകത്തിൻ്റെ എല്ലാം സഹായത്തിന് വേണ്ടി കൈ നീട്ടുകയാണ്. അതിനോടൊപ്പം തന്നെ ബലൂചിസ്ഥാനിലും മറ്റും നടക്കുന്ന, ഒക്കപ്പേഡ് കാശ്മീരിലും മറ്റും നടക്കുന്ന അവിടെ ബഹളമൊക്കെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ബലൂചിസ്ഥാനിലെ സ്ഥിതി വളരെ മോശമാണ്. അവരുടെ മൊത്തം പാകിസ്ഥാനിലെ സ്ഥിതി മോശമാണ്. ഭാരതം കാണിക്കുന്ന എൻ്റെ അഭിപ്രായത്തിൽ മഹാമനസ്കത കൊണ്ട് മാത്രം ഈ സമയത്ത് ഭാരതത്തിൻ്റെ പക്വതയും ഭാരതത്തിൻ്റെ ആക്രമണ സ്വഭാവം ഇല്ലായ്മയും ഒക്കെ കൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ നിലനിൽക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ അത് കാര്യക്ലിപ്തമാകും. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവർക്ക് അക്രമമുണ്ട്, ഇറാനിൽ നിന്ന് പോലും അവർക്കെതിരെ ശ്രമമുണ്ട്. ഇതെല്ലാം നടക്കുന്നത് ഇന്ത്യ ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അപ്പം ഇങ്ങോട്ട് ചെയ്തു കഴിയുമ്പം പഴയതുപോലല്ല, പഴയ ഇന്ത്യ അല്ല, മൻമോഹൻ സിംഗിൻ്റെ ഇന്ത്യ അല്ല, സോണിയാഗാന്ധിയുടെ ഇന്ത്യ അല്ല. ഇങ്ങോട്ട് കയറി എന്തെങ്കിലും ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ 26-11 പോലെ ആവില്ല, തിരിച്ചടി തരും എന്ന് നേരത്തെ തന്നെ നരേന്ദ്രമോദിയും ഇന്ത്യ ഭരണകൂടവും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് കാണിച്ചു കൊടുത്തു. ബാലക്കോട്ട് നമുക്കറിയാം, സർജിക്കൽ സ്ട്രൈക്ക് അറിയാം. അന്ന് പറഞ്ഞതാണ് ഇതൊക്കെ ചെയ്യുമെന്ന്, കൃത്യമായിട്ട് അന്നേ പറഞ്ഞതാണ്. അന്ന് പറഞ്ഞ വാചകമാണ് ഖർപ്പെ ഗുസ്കെ മാർദുങ്ക, വീട്ടിൽ കയറി തല്ലുമെന്ന്. തല്ലി കാണിച്ചു കൊടുത്തു. അതിനി കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി ഇപ്പം പറയുന്ന കാര്യം, അതായത് ഇവരിങ്ങനെ ഈ അജ്ഞാതരെ, അജ്ഞാതരാരാണ്? നിന്റെ ഗവൺമെൻറ്, നിന്റെ നാട്, നിന്റെ പോലീസ്, നിന്റെ പട്ടാളം. അജ്ഞാതരെ കാണിച്ചിട്ട് പറയട്ടെ, ഈ പറയുന്ന ആളുകൾ ഇന്ത്യയായിട്ട് ബന്ധമുണ്ടെന്ന് പറയട്ടെ, മനസ്സിലാവും. ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി വേറൊന്ന്, ഈ അജ്ഞാതരെ കൊന്നതാരെയാ? ഇന്ത്യയിൽ വന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയും
തീവ്രവാദം കാണിച്ച് പാകിസ്ഥാനിൽ പോലും, പാകിസ്ഥാന്റെ ഉള്ളിലെ മുസ്ലിം പള്ളികളിൽ പോലും വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആളുകളെ, കൊച്ചുകുട്ടികളെ, വിദ്യാർത്ഥികളെ വിദ്യാലയങ്ങളിൽ കയറി കൊന്നൊടുക്കിയ ഭീകരന്മാരെയാണ് ഈ അജ്ഞാതരെന്ന് പറയുന്ന ആളുകളോ കയറി മാർക്ക് ചെയ്ത് തീർക്കുന്നത്. അപ്പം അല്ലാതെ അവിടുത്തെ സാഹിത്യകാരന്മാരെയോ നല്ല മനുഷ്യരെയോ ഒന്നും അല്ല. അപ്പം അവർക്ക് വേണ്ടി കരയുന്ന പാകിസ്ഥാന് ഈ കരയുന്നതിനൊരു കാരണമുണ്ട്. അതല്ല ഇതിൻ്റെ കാരണം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയട്ടെ. പറഞ്ഞോ. പാകിസ്ഥാന്റെ പ്രതിരോധം അപകടത്തിലാണെങ്കിൽ തോന്നൽ അവർക്ക് വന്നിരിക്കുന്നു. പാകിസ്ഥാന്റെ പ്രതിരോധം, പാകിസ്ഥാന് ഭാരതത്തിനെതിരെയുള്ള അജണ്ട നടപ്പാക്കിയാണ് പ്രതിരോധം. ഭാരതത്തെ കടന്നാക്രമിച്ച് ഇല്ലാതാക്കാം എന്നുള്ള പ്രതീക്ഷ. ഇതെല്ലാം അവസാനിക്കുന്നു. ഈ അവസാനിക്കുന്നതിന് ചെറിയ ചില ഘടകങ്ങൾ ഇന്നത്തെ പത്രത്തിൽ പോലും വന്നിട്ടുണ്ട്. അത് നമ്മളതിനൊരു ചിലപ്പോൾ ഒരു ഭാവനാത്മകമായിട്ട് കണ്ടു കഴിഞ്ഞാൽ സരസ്വതി ദേവിയുടെ സാന്നിധ്യം ഉറപ്പാക്കുക, ലക്ഷ്മിയുടെ അനുഗ്രഹം ഉറപ്പാക്കുക, ദുർഗയുടെ ശക്തിയുടെ അവസ്ഥയിലേക്ക് മാറുക. ഈ 3 കാര്യം ചിട്ടയായിട്ട് ഭാരതം ചെയ്തുകൊണ്ടിരിക്കുക. ജൂൺ 4-ാം തീയതി കഴിഞ്ഞ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം കൃത്യമായി പോകുന്ന തെളിവാണ് ഇന്ന് ഉണ്ട്. പുതിയ വിദ്യാഭ്യാസ നയം തീവ്രമായി നടപ്പാക്കാൻ പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് 1989 ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ 29.87 കോടി വിദ്യാർത്ഥികൾക്ക് അവരുടെ അക്കാഡമിക് ക്രെഡിറ്റ് സൂക്ഷിക്കാവുന്ന തരത്തിൽ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം വരാൻ പോണെന്ന് പറഞ്ഞു. ഒരു ഭാഗത്തത് ഞാൻ കട്ട്ഷോട്ട് ചെയ്യുക. രണ്ടാമത് വേറെ ഒന്ന്, ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. റിസർവ് ബാങ്ക് അവര് ലാഭമെന്നല്ല പറയുന്നത്, അവരുടെ വരുമാന ബാക്കി എന്നാ പറയുക അവര്. അങ്ങനെയുള്ള 2,10,874 കോടി രൂപയാണ് ഗവൺമെന്റിലേക്ക് ഇന്ന് ക്രെഡിറ്റ് ചെയ്യുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ഇതിനു മുമ്പ് 2018-19 1,75,000 കോടി, 1,75,988 കോടിയാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കൊറോണയൊക്കെ കാരണങ്ങൾ കുറഞ്ഞു വന്നു. കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നത് 87,416 കോടി മാത്രമാണ്. നമ്മുടെ ഇക്കൊല്ലത്തെ ബജറ്റ് കൊടുത്തിരുന്ന പ്രൊവിഷൻ പോലും 1 ലക്ഷത്തിൽ ചെല്ലുവാനാണ്. കൃത്യസംഖ്യ 1 ലക്ഷത്തിൽ അത്രയേ ഉള്ളൂ. പക്ഷെ ഇന്ന് പറഞ്ഞിരിക്കുന്നത് 2,10,874 കോടി രൂപ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പറയുന്നത്. അതിനർത്ഥം എന്താ? അത് ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കും. ബജറ്റിൽ പറഞ്ഞ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കും. അതുപോലെ തന്നെ ഇന്ത്യക്ക് പൊതുകടം എടുക്കേണ്ട ആവശ്യം കുറയും. ഇന്ത്യയുടെ വികസന സാധ്യതകൾ വർദ്ധിക്കും. സാമ്പത്തിക ഭദ്രത കൂടുതൽ ഉറപ്പാക്കുക. ഞാൻ ആദ്യം പറഞ്ഞു, സരസ്വതിയുടെ സാന്നിധ്യം വിദ്യ കൊണ്ട് സമ്പന്നമായ ഒരു സമൂഹത്തെ ലോകത്തിന് നൽകാൻ പോവുക. അതും ഭാരതത്തിൻ്റെ അസറ്റായിരിക്കും. ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട ലോകത്തിന് കൊടുക്കാനുള്ള ശക്തി, സമ്പത്തെന്ന് പറയുന്നത് ഇവിടുത്തെ വിദ്യയും സ്കില്ലും കിട്ടിയ ചെറുപ്പക്കാരായിരിക്കും. അതിനിടെ സാമ്പത്തികമായിട്ട് വളരുന്നു. ഇനി 3ാമത് കാര്യം, ലോകത്തെ ഒരു രാജ്യങ്ങളെയും ആശ്രയിക്കാതെ, ഈവൻ ഫ്രാൻസിനെയാണേലും റഷ്യയാണേലും അമേരിക്കയാണെങ്കിലും പോലും ആശ്രയിക്കാതെ നമ്മുടെ ദേശീയ തലത്തിലെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പാദനം DRDO ചെയ്യുന്നത്, ഓർഡിനൻസ് ഫാക്ടറികളൊക്കെ ചെയ്യുന്നത്, അത് വർദ്ധിപ്പിച്ച് പ്രതിരോധത്തിന് വേണ്ടി കൂടുതൽ സങ്കീർണമായ സംഗതികൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത് പ്രതിരോധ മേഖല ശക്തിയാക്കാൻ ശ്രമിക്കുന്നു. അതെന്താവും? അതിൻ്റെ ഫലം എന്താവും? പ്രതിരോധം ശക്തിയാകും, ദുർഗ ശക്തിയാകും. അപ്പം എന്താ വരിക? സരസ്വതിയുടെ സാന്നിധ്യം ശക്തിയായി, ലക്ഷ്മിയുടെ സാന്നിധ്യം വരുന്നു, സമ്പത്ത്, പ്രതിരോധം, ദുർഗയുടെ ശക്തി വരുന്നു. ഈ 3 സംഗതി വരുമ്പം ലോകത്തിൻ്റെ 3ാമത് സാമ്പത്തിക ശക്തിയാകാൻ പോകുന്ന ഭാരതം, ആ ഭാരതത്തിനെ കണ്ടാൽ പാകിസ്ഥാന് ഭയം തോന്നണ്ടേ? ചൈനയ്ക്ക് ഭയം തോന്നണ്ടേ? അമേരിക്കയ്ക്ക് ഭയം തോന്നണ്ടേ? ഈ 3 രാജ്യങ്ങളും കൂടി പണം കൊടുത്ത് ഇവിടെ രാഷ്ട്രീയ അട്ടിമറിക്ക് ശ്രമിക്കുന്ന, എലക്ഷൻ ഫണ്ട് കൊടുത്ത് ജോർജ് സോറോസിനെയും റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനെയും ഒക്കെ വഴി കൂടെയും മറ്റു പല വഴികളിലൂടെയും പണം കൊടുത്ത് സഹായിക്കുന്ന കേജ്രിവാളും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പിണറായി വിജയനും
ഇവർക്കെല്ലാം ഈ ഒരു മാറ്റം കണ്ടാൽ ഭയപ്പെടേണ്ടി വരില്ലേ? ആ ഭയമാണ് പാകിസ്ഥാനിലെ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ പ്രകടിപ്പിച്ചത്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ നേതാക്കന്മാരുടെ മുമ്പിലും പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.